ചുരുളിനെ തെറ്റിയാൻ മേടിച്ചു ചുരുളിയിലെ ഒരു 1.5 ഏക്കർ സ്ഥലം നമ്മുടെ ആ കടിക്കല്ല് നടന്നില്ല അത് അതിൻ്റെ ആൾക്കാരുടെ ഞങ്ങൾ കൊച്ചേളായിരിക്കും അഭിമാനം ഓക്കെ ഈ പൊളിയായില്ലേ എല്ലാവരും പൊളിയാട്ടോ പിള്ളേരൊക്കെ പൊളിയാണ് ഓക്കെ മോനെ ബാബാ ഇവര് മാജിക് ഫിലിംസിന്റെ ഏറ്റവും വലിയ ചിത്രം 37ാമത്തെ ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ദയവുചെയ്ത് എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾ താരോദയമായി മാറാൻ പോകുന്ന ചിദംബരം എന്ന പ്രശസ്ത സംവിധായകൻ ആദ്യമായി അഭിനയ രംഗത്തേക്ക് കിടക്കുന്ന ഒരു ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ അമ്പാനായി വന്ന് നമ്മളെയൊക്കെ അമ്പരിപ്പിച്ചു കളഞ്ഞ നമ്മുടെ സജിൻ ഗോപു പ്രത്യേകം ആ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ജാഫർക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം എഡിറ്റർ നമ്മുടെ ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി രതീഷ് സാറിനെയും ലിസു ചേട്ടനെയും മറ്റു വിശിഷ്ടാതിഥികളെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒന്ന് ക്യാമറ അവർക്ക് കാണാവുന്ന രീതിയിൽ ഒന്ന് ലിസു ചേട്ടനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഭദ്രദീപം തെളിക്കുന്നതിന് വേണ്ടി. കയ്യടി കൊടുക്കുക എല്ലാവർക്കും നമ്മുടെ 37ാമത്തെ ചിത്രത്തിന്റെ ആ ചരിത്ര നിമിഷം. അതുപോലെ രതീഷ് സാറ്, മുരളി സാറ്, നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ രജിത്രമെഴുത ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കയ്യടി കൊടുക്കാം, നമ്മൾ മ്യൂസിക് എന്തായാലും ഇല്ല, അപ്പൊ കയ്യടി നമ്മൾ തന്നെ കൊടുക്കാം. നമ്മള് സപ്പോർട്ട് ചെയ്ത്
ഇവിടെ സ്വിച്ച് ഓണിലേക്ക് കിടക്കുകയാണ്. ഒരു തിരിമണി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ മറ്റ് പറഞ്ഞ പ്രത്യേകതകൾ നിറഞ്ഞൊരു ദിവസമാണെന്ന് നമ്മുടെ ഈ സിനിമയുടെ ആദ്യ ഫ്രെയിംസിന്റെ 38ാമത്തെ ചിത്രം സംവിധാനം ചെയ്യുന്ന സംവിധായകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ക്യാമറമാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അടുത്ത സിനിമ സംവിധാനം ചെയ്യുന്ന അമൽ ഷീല തമ്പി. ഒരു കയ്യടി കൊടുത്തോണ്ട് നമ്മുടെ ഈ മാജിക് ഫ്രെയിംസ് കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യാം. പ്രൊഡക്ഷൻ ബാനറുടെ വാല്യൂലാണെങ്കിലും എല്ലാ രീതിയിലും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഈ വേളയിൽ അറിയിക്കുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം. സോ താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഹലോ, എവിടെയാണ്? ചിത്രത്തിന്റെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിറഞ്ഞ കൈയടി എടുത്തുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു ചരിത്ര വിജയത്തിന്റെ ഭാഗമാകാൻ ഇനി നമ്മുടെ ആശംസകളിലേക്ക് കടക്കുകയാണ്. എവരെയും സ്വാഗതം ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി വളരെയധികം സന്തോഷം. വീണ്ടും ചാക്കോച്ചനൊപ്പം ഒരുമിച്ചൊരു പടം ചെയ്യുക. അത് കുറേയധികം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും ചാക്കോച്ചനോടൊപ്പം കൂടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമാണ്. രതീഷിൻ്റെ ആദ്യത്തെ സിനിമ ഞാനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഒരു ദുരൂഹ സാഹചര്യങ്ങളും അല്ലാത്ത പൈസ ഇല്ലായിരുന്നു അന്നേരം പൈസ ഇല്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തില്ല. ഇപ്പൊ ചെയ്യാൻ പോവാ, അത്രേ ഉള്ളൂ. അപ്പോൾ അത് സാധിച്ചില്ല. സോ ഒരു ദുരൂഹ സാഹചര്യം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ദുരുദ്ദേശത്തോടു കൂടി ചാക്കോച്ചനും എൻ്റെ പാർട്ട്ണറായിട്ട് ഇതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. മുഴുവൻ പൈസയും ഞാൻ കൊണ്ടുപോകണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളിയും കൂടെ ഇതിൻ്റെ അകത്ത് പാർട്ട്ണറായേക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ വളരെയധികം സന്തോഷം. ഈ സിനിമ ഒരു ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. കാരണം എല്ലാ സിനിമകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറെൻ്റ് ഐഡിയാസ് അല്ലെങ്കിൽ തോട്ട് എന്ന് പറയുന്ന പോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ഈ സിനിമയിൽ ഉണ്ട്. അതാണ് ഈ സിനിമ എന്നെ അട്രാക്ട് ചെയ്ത ഒരു ഘടകം. ബാക്കിയെല്ലാം സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിയുമ്പോഴാണ്. അപ്പം ഇത് ആ തിയേറ്ററിൽ ഇറങ്ങുന്നതിന്റെ മുമ്പ് വരെ ഈ സിനിമ ഒരു ദുരൂഹ സാഹചര്യത്തിലൂടെ തന്നെ പോയിക്കൊള്ളട്ടെ. ഇറങ്ങുമ്പോൾ ആ ദുരൂഹതയെല്ലാം മാറി നല്ലൊരു ഭംഗിയായിട്ട് ഒരു മെഗാ ഹിറ്റ് സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ ഇന്ന് ഈ സിനിമയുടെ മുന്നിലും പിന്നിലുമായിട്ട് പ്രവർത്തിക്കുന്ന ഇനിയൊരു 10-60 ദിവസങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ എല്ലാവരും നല്ല ഹാപ്പിയിൽ ഈ ഷൂട്ടിങ്ങിന് യാതൊരു തടസ്സവും ഉണ്ടാകാതെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഈ ചിത്രത്തിന്റെ സംവിധായകൻ കൂടി ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നിറഞ്ഞ കൈ എടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലിസ്റ്റിൻ പറഞ്ഞ പോലെ ലിസ്റ്റിന്റെ കൂടെ ആദ്യ പടം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ ഒരു പരിക്ക് തീർക്കാനുള്ള ഒരു അവസരമായി ഈ സിനിമയെ ഞാൻ കാണുന്നു. കൂടെ അഭിനയിക്കാമെന്നേറ്റ ചിദംബരം എൻ്റെ ഒരു അടുത്ത സുഹൃത്തും ബന്ധുവും അയൽവാസിയും ഒക്കെയാണ്. അപ്പോൾ അഭിനയിക്കാൻ തയ്യാറായതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. പിന്നെ നമ്മുടെ സ്വന്തം സജിൻ ആവശ്യപ്പെട്ട് വാങ്ങിയ ക്യാരക്ടറാണ് പടത്തിനകത്ത് സജിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സജിൻ അതിനെ വളരെയധികം ഭംഗിയായും ഇൻട്രസ്റ്റിംഗ് ആയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി പടത്തിൽ വർക്ക് ചെയ്ത മിക്ക ആൾക്കാർ എൻ്റെ കൂടെ മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. സേതു എൻ്റെ കൂടെ പുതിയതായി വർക്ക് ചെയ്യുന്നതാണ്. സേതു ഓൾറെഡി നന്നായി വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊന്നു ചേട്ടനുണ്ടല്ലോ, ഈ പൊന്നു ചേട്ടൻ നമ്മളെ മതം എന്താണ്, എവിടെയാണ് മഴ പെയ്ച്ചിട്ടുള്ള മുന്നേ? മെയ് മാസത്തിൽ മഴ പെയ്യുന്ന ഒരു കനകം കാമൻ കല വന്ന സിനിമയിൽ ഞാൻ പുള്ളിയും ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ജാഫർക്കയുടെ കൂടെ വർക്ക് ചെയ്തൊരു നല്ല ക്യാരക്ടർ തരാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഈ നാട്ടിലുള്ളവർ, ഇവിടെയുള്ള തിരുനെല്ലിക്കാരോട് എല്ലാവരോടും ഷൂട്ടിന്റെ മിക്ക സമയങ്ങളിലും സഹകരണം പ്രതീക്ഷിക്കുന്നു നമ്മൾ. താങ്ക് യു സർ, താങ്ക് യു. ഇനി നമ്മളോട് എന്ത് പറയണമെന്നൊന്നും അറിയില്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ ചെക്ക് പാസ്സായി. ഓക്കെ, ഇനി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ചിദംബരം സാറിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ 37ാമത്തെ ചിത്രത്തിൽ ചിദംബരമാണ് ഉള്ളതെങ്കിൽ
38ാമത്തെ നമ്മുടെ സിനിമ അമൽ ഷീല തമ്പി ഒരുക്കുന്ന ചിത്രത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ചിദംബരത്തിന്റെ സഹോദരൻ നടനുമായ നമ്മുടെ ഗണപതിയാണ് അതിന്റെ അകത്ത് ഒരു ഫാമിലി ആയിട്ട് മാജിക് ഫ്രെയിംസിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ഇവർ കൈയടി കൊടുക്കാം. ഗണപതിക്കും നമ്മൾ ഈ നിമിഷം ഒന്ന് ഓർക്കുകയാണ്. ചിദംബരം സർ, നമസ്കാരം. ആദ്യമായിട്ട് എന്നെ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച രതീഷ് ചേട്ടന് നന്ദി. സ്ഥിരം ചെയ്യാത്തൊരു മേഖലയാണ്, ശരിയാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ലിസൺ ചേട്ടൻ ആൻഡ് ഓൾ ദ പ്രൊഡക്ഷൻ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ ദ ടീം. സച്ചിൻ ഗോപു അമ്പാനെ എന്താണ് എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. എനിക്ക് എന്നെ പടത്തോട്ട് കാസ്റ്റിന്റെ രതീഷേട്ടനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ രതീഷേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചോദിച്ചാണ് ഈ ക്യാരക്ടർ മേടിച്ചത്. അതിന്റെ ഒരു ഫുൾ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അതുപോലെ ലിസൺ ചേട്ടൻ്റെ ഒപ്പം കൊളാബ് ചെയ്യാൻ പറ്റുന്നു. ചാക്കോച്ചൻ്റെ ഒപ്പം ഞാൻ രണ്ടാമതാണ് സിനിമ ചെയ്യുന്നത് ചാവേറിന് ശേഷം. എന്തായാലും എല്ലാവരുടെയും സ്നേഹവും ജാഫർക്കാടൊപ്പം ചുരുളി ചെയ്തതിന് ശേഷം ഇപ്പോഴാണ് ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സ്നേഹവും സപ്പോർട്ടും പ്രാർത്ഥന എല്ലാം വേണം. നാളെ തുടങ്ങുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സഞ്ജേട്ടാ. ഇനി നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി ജാഫർ കെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഡയറക്ടറാണ്. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡയറക്ടറോട് ഒരു പടം ചെയ്യാൻ പോകുന്നു. പിന്നെ എംബാനുണ്ട്. പിന്നെ ഈ ശബരി ചിദംബരം ഇല്ലേ, ചിദംബരം എനിക്ക് കൊണ്ടുവന്ന് ചിദംബരം വന്നേ ഞാനൊരു പടത്തിനകത്ത് എന്നെ വലിയ ആളാക്കി ഇല്ലേ വന്ന് സംസാരിച്ചെല്ലാം ചെയ്തു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ജാനേമൻ അതിനകത്ത് എനിക്ക് അഭിമാനമുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വേഷം ചെയ്ത് നമ്മുടെ സിദ്ദീഖ് ലാൽ സാറാണ്. അത്ര ഒരു വേഷം എനിക്ക് വന്നിട്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഇപ്പോഴും ആ കൊച്ചിനോട് എനിക്ക് അതിൻ്റെ കടപ്പാട് എടുക്കുക. എന്നേലും വിളിയാൻ വന്ന് എഴുതി തരാം. അപ്പം എല്ലാവർക്കും നന്ദി. അല്ല, അത് കഴിഞ്ഞ് ഇനി എന്നേലും വിളിക്കാം. ഓക്കെ. അപ്പം ഇപ്പം ഞങ്ങളൊരു പൊളി വിളിക്കാൻ പോവാ. ഒരു പൊളി ഇല്ലേ? അപ്പം എല്ലാവർക്കും നല്ല നമസ്കാരം. ഈ പടം ഇറങ്ങിക്കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് കാണണം, ഞങ്ങളോടൊന്ന് പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. ജാഫർക്ക് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിനക്ക് ചാൻസ് വേണോ? ചാൻസ് അത് വേറെ ചോദിച്ചോളാം. പിന്നെ ജാഫർക്ക് ഞങ്ങൾ എവിടെ ചെന്നാലും ജാഫർക്കെ കൊണ്ട് ഞാൻ ഒരു മിമിക്രി കാണിപ്പിക്കാറുണ്ട്. ഇന്ന് ഈ ഒരു പൂജാ ചടങ്ങിൽ ജാഫർക്ക് കൂമൻ എന്ന ചിത്രത്തില് അവതരിപ്പിച്ച കള്ളന്റെ ഡയലോഗ് ഒന്ന് കാണാതെ, അത്രയും വലിയ ഡയലോഗ് ശരിക്കും അറിയില്ല. അറിയാന്നാലും പറഞ്ഞാൽ മതി. എന്താ സാറേ, ഈ ആളുകളുള്ള വീട്ടിൽ കക്കാൻ കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. ഈ ആളുകളുള്ള വീട്ടിൽ കക്കാൻ കയറുന്ന എനിക്കിഷ്ടം. ഈ ആളുകളില്ലാത്ത വീട്ടിൽ എനിക്കിഷ്ടമല്ല. എന്നാന്നറിയോ, ഈ ആളുകൾ കിടക്കുമ്പം അവിടെ നടക്കി എടുത്തിട്ട് അത് കിടക്കുമ്പോൾ ഒരു തരിപ്പില്ലേ, അതാ സാറേ. അങ്ങനെയല്ല, എനിക്കറിയില്ല. ഒരു കയ്യടി കൊടുക്കാം ജാഫർക്ക്. താങ്ക് യു ജാഫർക്ക്. ഓക്കെ. നോർമലി മിമിക്രി എന്ന് പറഞ്ഞാൽ ബാക്കി ആരുടെയും ശബ്ദം അനുകരിക്കൽ എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇതിപ്പോ പുള്ളിയുടെ ശബ്ദം തന്നെ അനുകരിച്ചിട്ടാണ് മിമിക്രി കാണിച്ചിട്ടുള്ളത്. വെരി ഗുഡ്. താങ്ക് യു ജാഫർക്ക്. താങ്ക് യു. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് ഇന്നത്തെ ദിവസം കൈയടി കൊടുക്കാം, നല്ല കൈയടി. അതുപോലെ തന്നെ ആ സ്ക്രിപ്റ്റ് ചിത്രത്തിന്റെ സംവിധായകൻ രതീഷ് സാറിന് കൈമാറുന്നതിന് വേണ്ടി, രതീഷ് സാറിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഒരു കൈയടി കൊടുക്കാം. എല്ലാവരും ചേർന്ന് നല്ല കൈയടി കൊടുക്കാം. നമുക്ക് ഈ ഒരു സ്ഥലം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന